Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ പരിഹാരം എന്ന ചാപ്റ്ററിലെ 7ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടുകളിലേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പാർട്ടിലും അടുത്ത പാർട്ടിലും നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്: അജയൻ ഈസ് 10 years older than വിജയൻ. Next year, Ajayan's age will be twice that of Vijayan. What are their ages now? അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും. ഇപ്പോൾ ഇവരുടെ പ്രായം എത്ര? ഇപ്പൊ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, 2 പേരാണ്, അജയനും വിജയനും. അവരുടെ ഏജിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെ? നമുക്കതിനെ ഇങ്ങനെ ഒരു ടേബിൾ ആക്കാം. കാരണം അജയനും വിജയനും 2 പേരാണുള്ളത്. ഇപ്പോഴത്തെ പ്രായവും 1 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നൗ എന്നുള്ളത് ഇപ്പോഴത്തെ പ്രായം, ആഫ്റ്റർ 1 year എന്ന് പറയുമ്പോൾ 1 വർഷത്തിന് ശേഷം. ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത്? അജയൻ ഈസ് 10 years older than വിജയൻ. അജയന് വിജയനേക്കാളും 10 വയസ്സ് കൂടുതലാണ്. അത് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അജയന് വിജയനേക്കാൾ, അപ്പൊ ഇവിടെ കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് വിജയന്റെ വയസ്സാണ്. അപ്പൊ വിജയന്റെ വയസ്സിന് എക്സ് എടുക്കുക. എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏതുമായിട്ടാണോ കമ്പയർ ചെയ്തിരിക്കുന്നത് അതിന് എക്സ് കൊടുക്കുക. വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണെന്ന് പറയുമ്പോൾ അജയൻ എത്രയായി? x+10 ആയല്ലോ. ഇനി എന്താ അടുത്ത സെന്റൻസ് പറയുന്നത്? നെക്സ്റ്റ് ഇയർ, അതായത് ഇനി 2ാമത്തെ കോളമാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അജയൻസ് ഏജ് വിൽ ബി, അതായത് ഈ അജയന്റെ ഏജ്. ഇനി നമുക്കറിയാവുന്ന എന്താ, ഓരോ വർഷം കഴിയുമ്പോഴും എല്ലാവരുടെയും ഓരോ വയസ്സല്ലേ കൂടുന്നത്. അത് അജയനാണെങ്കിലും വിജയനാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ ഓരോ വർഷത്തിനും 1 വയസ്സ് വീതം കൂടുന്നു. അപ്പോൾ x+10 എന്താകും? x+11 ആകും, അല്ലേ? ഇവിടെ വിജയനോ x+1 ആകും. ശരിയല്ലേ? 1 വർഷത്തിന് ശേഷം. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അജയൻസ് ഏജ് വിൽ ബി, അജയന്റെ ഏജ് ട്വൈസ് ദ ഏജ് ഓഫ് വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അജയന്റെ ഏജ് നമുക്കറിയാം x+11 ആണ്. അതെന്ന് പറയുന്നത് ട്വൈസ്, 2 മടങ്ങാണ്. ആരുടെ വയസ്സിനേക്കാളും? വിജയന്റെ വയസ്സിനേക്കാളും. അപ്പോൾ വിജയന്റെ വയസ്സ് 1 വർഷത്തിന് ശേഷം എന്താകും? x+1 ആകും. അപ്പം x+11 = 2 × x+1 എന്നുണ്ട്. മനസ്സിലായില്ലേ? അജയന്റെ വയസ്സെന്ന് പറയുന്നത് വിജയന്റെ വയസ്സിന്റെ 2 മടങ്ങാവും 1 വർഷത്തിന് ശേഷം. ഇനി ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. അപ്പൊ x+11 = 2 × x 2x പ്ലസ് അതുപോലെ ഇടുക 2 × 1 2. ഇനി എക്സ് എല്ലാം കൂടെ ഒരു വശത്തേക്ക് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എക്സിന്റെ കൂടെ നമ്പർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ 1x ആണ്. ഇവിടെ 2x. ഏതാണോ വലുത്, 2 പോസിറ്റീവാണ്. അപ്പൊ ഏതാണോ വലുത് അത് അവിടെ തന്നെ വെക്കുക. 2x അവിടെ തന്നെ വെച്ചിട്ട് ഈ ചെറുത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതായത് 1x എന്ന് പറയുന്നത് പ്ലസ് ആണ്, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആകും. ഇനി ഇവിടെ ഇടതുവശത്ത് എന്താ ഉള്ളത്? 11 ആണുള്ളത്. ഈ +2നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ -2 ആയി മാറും. അപ്പോൾ 11 - 2 എത്രയാണ്? 9 ആണ്. ഈക്വൽ ടു 2x - x എന്ന് പറയുന്നത് x. 2x ന്ന് 1x കുറയ്ക്കുമ്പോൾ x കിട്ടും. ഈ x ആരുടെ വയസ്സാണ്? വിജയന്റെ വയസ്സാണ്. ഇപ്പോഴത്തെ വയസ്സാണ്. അപ്പോൾ അജയൻ എത്രയാവും? അതായത് x+10 എത്രയാവും? 9 + 10 = 19 എന്ന് കിട്ടുമല്ലോ, ഇല്ലേ? ഇപ്പോഴത്തെ പ്രായമാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും കണ്ടുപിടിക്കണ്ട, ഇത് 2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ അജയൻസ് ഏജ് ഈസ് 19 ആൻഡ് വിജയൻസ് ഏജ് ഈസ് 9 years old. അജയന്റെ പ്രായം, ഇപ്പോഴത്തെ പ്രായം ഈക്വൽ ടു 19. വിജയന്റെ ഇപ്പോഴത്തെ പ്രായം ഈക്വൽ ടു 9. മനസ്സിലായല്ലോ? ഇനി ഇതേപോലത്തെ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. അതായത് പേജ് നമ്പർ 92-ലെ 1ാമത്തെ ചോദ്യം.
നമ്മുടെ ചോദ്യം ഇതാണ്. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? The age of Appu's mother is now 9 times that of Appu. After 9 years, it will be 3 times Appu's age. What are their ages now? ചോദ്യം ശരിക്കും വായിക്കണം. ഇപ്പോൾ ഇവിടെ 2 ആൾക്കാരാണുള്ളത്, അപ്പുവും അപ്പുവിൻ്റെ അമ്മയും. ഇപ്പോഴത്തെ പ്രായവും 9 വർഷം കഴിഞ്ഞുള്ള പ്രായവുമാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ടേബിൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ വേണമെന്ന് ശ്രദ്ധിക്കുക. ഇനി എന്താണ് നോക്കേണ്ടത്? ആരുടെ വയസ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവരുടെ വയസ്സിനെയാണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പം അപ്പുവിൻ്റെ പ്രായവുമായിട്ടല്ലേ ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പുവിൻ്റെ പ്രായത്തിനെ എന്തെന്ന് എടുക്കാം? എക്സ് എന്നെടുക്കാം. ലെറ്റ് എക്സ് ബി ദ ഏജ് ഓഫ് അപ്പു. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് നൗ 9 ടൈംസ്. അപ്പോൾ 9 ടൈംസ് 9 മടങ്ങാണ് മദറിൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ 9 ഗുണം എക്സ് അല്ലെ. ഈ ടേബിളിൽ നിന്ന് എല്ലാം ക്ലിയർ ആണ്, സെപ്പറേറ്റ് സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ആഫ്റ്റർ 9 ഇയേഴ്സ് 9 വർഷത്തിന് ശേഷം എന്താവും? ഇറ്റ് വിൽ ബി 3 ടൈംസ് അപ്പൂസ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഓരോ വയസ്സ് വീതം കൂടും. അപ്പോൾ അപ്പുവിൻ്റെ വയസ്സെന്ന് പറയുന്ന 9 വർഷത്തിന് ശേഷം എക്സ് പ്ലസ് 9 ആവും. അതേപോലെ മദറിൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ 9x കൂടെ 9 ആഡ് ചെയ്യും. ഓരോ വർഷവും ഓരോ വയസ്സ് കൂടി. 9 വർഷത്തിന് ശേഷം ആയപ്പോൾ 9 കൂടി. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങ് ആകും ആരുടെ വയസ്സ്? അമ്മയുടെ വയസ്സ്. അപ്പോൾ അമ്മയുടെ വയസ്സല്ല 9x പ്ലസ് 9. 9x പ്ലസ് 9 എന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 വർഷത്തിന് ശേഷമുള്ള അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. മനസ്സിലായില്ലേ? ഇനി ഇത് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ 9x പ്ലസ് 9 ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇനി 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 9 ഇൻറ്റു 3 27. ഇവിടെ രണ്ടിടത്തും ഈക്വൽ ടു സൈൻ്റെ 2 വശത്തും എക്സ് ഉണ്ട്. അത് രണ്ടും കൂടെ ഒരു വശത്തേക്ക് കൊണ്ടുവരണം. വലുത് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്, ആ ലെഫ്റ്റ് സൈഡിലേക്ക് മറ്റേതിനെ കൂടെ കൊണ്ടുവരണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 9x ഉണ്ട്. ഇവിടുത്തെ പ്ലസ് 3x മുമ്പിൽ ചിഹ്നമില്ല എന്ന് പറഞ്ഞാൽ അത് പ്ലസ് ആണ്. അത് ഇടതുവശത്തേക്ക് വരുമ്പോൾ മൈനസ് ആകും. അപ്പോൾ മൈനസ് 3x ആയി. ഇനി ഈ 27 പ്ലസ് 27 അതേപോലെ എഴുതിയിട്ട് ഈ പ്ലസ് 9 അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പ്ലസ് 9 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 9 ആയി. ഇനി 9x മൈനസ് 3x 9 മൈനസ് 3 6 ആണ്. അപ്പോൾ 6x ഈക്വൽ ടു 27 മൈനസ് 9. 27 9 പോകുമ്പോൾ 18. ഇനി എക്സ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഗുണിച്ചിരിക്കുന്ന 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹരണമാവും. അപ്പോൾ 18 മൾട്ടിപ്ലൈഡ് ബൈ 6 ഇപ്പുറത്ത് പോകുമ്പോൾ ബൈ 6 ആയി. 18 ബൈ 6 എന്ന് പറയുന്ന 3 ആണ്. അപ്പോൾ എക്സ് ആരാണ്? എക്സ് എന്താണ്? അപ്പുവിൻ്റെ ഇപ്പോഴത്തെ ഏജ് ആണ്. അപ്പോൾ അപ്പൂസ് ഏജ് ഈസ് എത്ര കിട്ടി? 3 years old. ഇനി അമ്മയുടെ ഏജോ? അപ്പൂസ് മദേഴ്സ് ഏജ് ഈക്വൽ ടു 9 ഇൻറ്റു 3. 9x ആണ്, എക്സ് 3 എന്ന് കിട്ടി. എത്ര വയസ്സായി? 27 years old. അപ്പുവിൻ്റെ പ്രായം, അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം ഈക്വൽ ടു 3. അമ്മയുടെ പ്രായം, ഇപ്പോഴത്തെ പ്രായം ഈക്വൽ ടു 27. 27 കിട്ടിയത് 9 ഗുണം 3 ആണ് 27. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങായിരുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്ര? അതായത് എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. On a day when 8 boys were absent, the number of girls was twice the number of boys. What are the number of girls and the number of boys? അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. അപ്പം നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സ് ആണല്ലോ.
പെൺകുട്ടികളുടെ എണ്ണം സമം ആൺകുട്ടികളുടെ എണ്ണം എക്സ് എന്ന് എടുത്തു. 1 ഡേ, അതായത് ഒരു ദിവസം, അന്നത്തെ പ്രത്യേകത എന്താണ്? 8 ബോയ്സ് വേറെ ആബ്സെന്റ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ അന്നേരം ബോയ്സിന്റെ എണ്ണം എത്രയായിരുന്നു? നമ്പർ ഓഫ് ബോയ്സ് വാസ് എത്രയായി? എക്സ് ആയിരുന്നത് 8 പേര് ആബ്സെന്റ് ആയപ്പോൾ എക്സ് -8 ആയി. അപ്പോൾ ഉള്ള നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? ഈ ബോയ്സിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 day when 8 boys were absent, the number of girls was twice the number of boys ആയിരുന്നു. ഇപ്പൊ 2 times x -8 ആയി. ഇനി നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? ഗേൾസ് ആരും ആബ്സെന്റ് ആയോ? ഇല്ല, ഗേൾസിന്റെ എണ്ണം മാറുന്നില്ലല്ലോ. അപ്പോൾ ഇത് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാമല്ലോ, കാരണം ഗേൾസ് ആരും ആബ്സെന്റ് ആയിട്ടില്ല, ഗേൾസിന്റെ നമ്പർ എക്സ് ആണ്. ഇനി ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ 2 × x 2x -2 × 8 16 ഈക്വൽ ടു എക്സ് എന്ന് എഴുതാമല്ലോ. എക്സ് അല്ല ഒരു വശത്ത് വേണം. ഇവിടെ 2x അതേപോലെ എഴുതി, ഇവിടുത്തെ പ്ലസ് എക്സ് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -x ആയി, ഈക്വൽ ടു ഈ -16 അപ്പുറത്തേക്ക് പോകുമ്പോൾ +16 ആയി. 2x - x എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 16 കിട്ടി. അതായത് നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും എത്രയായി? 16 ആയി. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എത്രയെന്ന് കിട്ടി? 16 കിട്ടി. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ഇനി അടുത്ത പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.